ഇത് നമ്മുടെ വീട്ടിലുണ്ടായ പപ്പങ്ങയാണ് ട്ടോ. കട്ട മധുരമാണ് ഈ സംഭവം ട്ടോ. ഏതായാലും നിങ്ങളുടെ വീടുകളിലൊക്കെ ഒരു പപ്പങ്ങ മരം നടട്ട. കാരണം എന്താണെന്നറിയാമോ, നമുക്ക് അത്യാവശ്യം കറിക്കും അതുപോലെ തന്നെ നമുക്ക് വിശന്നിരിക്കുമ്പോഴൊക്കെ നമ്മൾ മരത്തിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു കപ്പങ്ങയെങ്കിലും ഉണ്ടാകാണ്ടിരിക്കില്ലല്ലോ. കടകളിൽ നിന്നൊക്കെ മേടിക്കണ വാട്ടപ്പപ്പങ്ങയിൽ ഞാൻ എന്ത് ചെയ്തെന്നാ, ഒരു നല്ല കപ്പങ്ങ ആരോ കൊണ്ടുവന്ന് തന്നു. അതിൻ്റെ കുരുക്കളൊക്കെ കൊണ്ട് എറിഞ്ഞായിരുന്നു. അപ്പം അത്യാവശ്യം 5-6 മരങ്ങൾ ആയി നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ, വലിയ പരിചരണങ്ങളൊന്നും വേണ്ട. അതിന് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് അവിടെ നിന്ന് ഉണ്ടായിക്കോളൂന്നേ. പിന്നെ വീട്ടിലെ ഓരോ സീസണനുസരിച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, കുറച്ച് മരങ്ങളൊക്കെ നട്ടിട്ടേക്കണമുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും പഴങ്ങളുടെ റാണി എന്ന് പറയുന്ന മാങ്കോസ്റ്റ് ഉണ്ടല്ലോ, അത് മാത്രം ഒരു കിളികൾക്കും വേണ്ട, കാക്കകൾക്കും വേണ്ട, മരപ്പട്ടിക്കും കൂടി വേണ്ട. പക്ഷേ എന്ത് ടേസ്റ്റാണെന്നറിയാമോ, അവർക്ക് പേടിയാണ്, ഇതിലൊരു കറയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരത് തൊടൂല. എന്തായാലും നിങ്ങളുടെ വീടുകളിലൊക്കെ പിടിപ്പിക്കുമ്പോൾ 8 വർഷം ഒത്തിരി വർഷം ഓല എന്നോർത്ത് ബുദ്ധിമുട്ടിയിരിക്കണ്ട. അത് നട്ടുപിടിപ്പിച്ച 8 വർഷം പെട്ടെന്ന് അങ്ങ് കടന്നു പോയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫ്രൂട്ട്സും കിട്ടും. പിന്നെ മാങ്ങയൊക്കെ ഉണ്ടായി, അതൊക്കെ ഞാനിങ്ങനെ എന്ത് ചെയ്തെന്നാൽ വെള്ളം വറ്റിച്ചൊക്കെ ഇങ്ങനെ വരട്ടിയൊക്കെ വെച്ചേച്ച്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഷെയ്ക്ക് ഉണ്ടാക്കാനും അതുപോലെ ആരെങ്കിലുമൊക്കെ കയറി വരുമ്പോൾ നമ്മൾക്കൊരു മാങ്കോ ജ്യൂസൊക്കെ കൊടുക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ ആ മാങ്ങയുടെ സീസണൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാമല്ലോ. പിന്നെ വീട്ടിലുണ്ടായ ഒരു പേരക്കയൊക്കെയാണ് കേട്ടോ ഇത്. ഞാൻ വലിയ പേരക്കയാണ്, തേങ്ങയുടെ ഒക്കെ അത്ര കൊണ്ടാണ് പേരക്കയാണ്. എന്തായാലും എനിക്ക് മാങ്ങയുടെ അത്ര ഉള്ള പേരക്ക കിട്ടിയല്ലോ കേട്ടോ.